രക്തം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഷുഗർ കൂടുതലാണെന്ന് കണ്ടു. ഡയബറ്റിസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, ജീവിതമാകെ മാറി മറിഞ്ഞല്ലോ, കുളമായല്ലോ, അങ്ങനെ വിചാരിക്കുന്നവരാണ് മിക്കവരും. എന്നാൽ അങ്ങനെ നിരാശരാവേണ്ട കാര്യമില്ല. മറ്റുള്ളവർ കഴിക്കുന്ന മിക്ക ഭക്ഷണങ്ങളും പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റും. ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സംഭവമൊന്നുമില്ല. ചില ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താൽ മതി. പ്രമേഹം ഉണ്ടെന്ന് കരുതി പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വാളിറ്റി ഓഫ് ലൈഫ് മുഴുവൻ കോംപ്രമൈസ് ചെയ്തിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളില്ലേ? തീർച്ചയായും ഉണ്ട്. എല്ലാ ഡയറക്റ്റ് ഷുഗറുകളും ഒഴിവാക്കണം. അതായത് പഞ്ചസാര, ശർക്കര, ചക്കര, തേൻ മുതലായവ. അതുപോലെ ഇൻഡയറക്റ്റ് ഷുഗറുകളും ഒഴിവാക്കണം. ഹലുവ, ജിലേബി, ലഡു, മിഠായി തുടങ്ങിയ മധുരപലഹാരങ്ങളും പായസവും ഒക്കെ ഒഴിവാക്കേണ്ടി വരും. അല്ലെങ്കിലും ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ പോലും ഇത്തരം സാധനങ്ങളൊക്കെ അധികം കഴിക്കാതിരിക്കുന്നതാണ് പൊതുവെ ആരോഗ്യത്തിന് നല്ലത്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ദഹിച്ച് ഗ്ലൂക്കോസായി മാറുന്നത്. അപ്പോൾ പ്രമേഹമുള്ളവർ സ്വാഭാവികമായും കഴിക്കുന്ന അന്നജത്തിന്റെ അളവ് കുറയ്ക്കേണ്ടതായി വരും. സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏകദേശം 75% കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്നതാണ് വസ്തുത. അതൊരു 50% അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് കുറയ്ക്കണം. അരിഭക്ഷണം, കിഴങ്ങുവർഗ്ഗങ്ങൾ, അതായത് മരച്ചീനി, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, കൂർക്ക എന്നിവയൊക്കെ കുറയ്ക്കണം. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ 20% പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. പക്ഷെ വെറും 5% നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉള്ളൂ. കുറച്ച് ഇറച്ചി, മീൻ അല്ലെങ്കിൽ മുട്ട എന്നിവ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സസ് ആയിട്ടുള്ള കടല, പയറ്, സോയ, രാജ്മ, മഷ്റൂം, നട്ട്സ് ഇങ്ങനെയുള്ളവ എന്തെങ്കിലുമൊക്കെ എല്ലാ ഭക്ഷണത്തിന്റെയും കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടും. കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കാനും പറ്റും, വിശപ്പ് മാറുകയും ചെയ്യും. സ്മോൾ ആൻഡ് ഫ്രീക്വന്റ് ഫീഡ്സ് എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം. അതായത് കുറച്ച് ഭക്ഷണം പല തവണകളായിട്ട് കഴിക്കുക. പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. വെള്ളം നന്നായി കുടിക്കുക. ഫ്രൂട്ട്സ് അഥവാ പഴങ്ങൾ കഴിക്കാൻ പറ്റും, കഴിക്കാം. ഫ്രൂട്ട്സ് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാം. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ആപ്പിള്, പപ്പായ, പേരയ്ക്ക, ഓറഞ്ച്, മുസമ്പി, തണ്ണിമത്തൻ എന്നിവ പോലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള നേന്ത്രപ്പഴവും ചെറുപഴവും മാങ്ങയും ഒക്കെ കഴിക്കുന്നതിനേക്കാളും പ്രമേഹ രോഗികൾക്ക് നല്ലത്. എന്നിരുന്നാലും അളവ് കുറച്ച് ഏത് ഫ്രൂട്ട്സും കുറച്ചൊക്കെ കഴിക്കാൻ പറ്റും. ഒരു ആപ്പിള്, ഒരു വലിയ കഷ്ണം മാങ്ങ, ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്പി 1, 10-12 മുന്തിരി, 1-2 ചെറുപഴം, ഒരു അര നേന്ത്രപ്പഴം, ഇതിലെന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഇനി ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ഒരു ദിവസം ഒരുമിച്ച് കഴിക്കരുതെന്ന് മാത്രം. പിന്നെ പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അത് ജ്യൂസ് ആക്കി കുടിക്കാതിരിക്കുകയാണ് നല്ലത്. ജ്യൂസ് ആക്കുമ്പോൾ അതിൽ നമ്മൾ അറിയാതെ തന്നെ പഴത്തിന്റെ അളവ് കൂടും. പിന്നെ ഗുണകരമായ ഫൈബർ കണ്ടന്റ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഫ്രൂട്ട്സ് ആയി തന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കി കഴിക്കുകയാണ് നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ പ്രഭാത ഭക്ഷണം എന്താണ് കഴിക്കുക? ചപ്പാത്തി, ഉപ്പുമാവ്, ദോശ, ഇഡലി, പുട്ട്, അങ്ങനെ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. പുട്ട് കഴിക്കാം. പക്ഷെ പുട്ടും പഴവും അല്ലെങ്കിൽ പുട്ടും പഞ്ചസാരയും അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു കഷ്ണം പുട്ട് കഴിക്കുകയാണെങ്കിൽ അതിന് തുല്യമായ അളവിൽ കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടുക. ഇഡലി ആണെങ്കിൽ ഒരു 4 ഇഡലി അല്ലെങ്കിൽ 2 ദോശ, ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാം. ഉപ്പുമാവ് കഴിക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ പച്ചക്കറി കഷ്ണങ്ങൾ കുറച്ച് കൂടുതൽ ഇടാൻ നോക്കുക. ഇനി ചപ്പാത്തി ആണെങ്കിൽ 2-3 ചപ്പാത്തി മേൽപ്പറഞ്ഞ പോലുള്ള കറികൾ കൂട്ടി കഴിക്കാവുന്നതാണ്. ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ വൈറ്റ് ബ്രെഡിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ബ്രൗൺ ബ്രെഡ് ആയിരിക്കും. വേണമെങ്കിൽ ബ്രെഡിന്റെ കൂടെ ഓംലെറ്റ് കഴിക്കാം. പൂരി ആണെങ്കിൽ ഒരു 4 പൂരി, അതിന്റെ കൂടെ കടല, ചെറുപയർ, ഗ്രീൻ പീസ് കറി അങ്ങനെയൊക്കെ കഴിക്കാം. അരിപ്പത്തിരിയും അപ്പവും ഒക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ചായയും കാപ്പിയും അത് പാലൊഴിച്ചാണെങ്കിലും കുടിക്കാം, പക്ഷെ പഞ്ചസാര ഇടാൻ പറ്റില്ല. ഇതൊക്കെ മതിയല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ഒരു കുഴപ്പമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ ആൻഡ് ഫ്രീക്വന്റ് ഫീഡ്സ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആപ്തവാക്യം. അപ്പോൾ നമുക്ക് സ്നാക്സ് കഴിക്കാം. പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും ഇടയിൽ വിശപ്പ് നിയന്ത്രിക്കാനും ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഷുഗർ കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ വരാതിരിക്കാനും അത് സഹായിക്കും. സ്നാക്സിൽ പക്ഷേ പരിപ്പുവട, ഉഴുന്നുവട, സമൂസ എന്നിവ പോലെയുള്ള എണ്ണക്കടികളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പച്ചക്കറി കഷ്ണങ്ങളാക്കി സാലഡായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കാം. പിന്നെ നട്ട്സ്, അണ്ടിപ്പരിപ്പ്, നിലക്കടല, ബദാം എന്നിവയൊക്കെ സ്നാക്സ് ആയിട്ട് കുറച്ച് കഴിക്കാം. അതുപോലെ മധുരം കുറഞ്ഞ ഫൈബർ റിച്ച് ബിസ്ക്കറ്റുകൾ ഇന്ന് സുലഭമായി ലഭ്യമാണല്ലോ, അത് കഴിക്കാവുന്നതാണ്. ഇനി ഉച്ചഭക്ഷണത്തിനെ കുറിച്ച്. ഉച്ചഭക്ഷണത്തിൽ ചോറിന്റെ അളവ് കുറച്ച് പച്ചക്കറിയും പരിപ്പും കടലയും പയറൊക്കെ കൂടുതലായിട്ട് എടുക്കുക. അരിയുടെ കാര്യം പറയുമ്പോൾ തവിടുള്ള, അതായത് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള മട്ട അരി കഴിക്കുന്നതാണ് വെള്ള അരി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത്.
സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന കറികളൊക്കെ കഴിക്കാം. ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് സാലഡ് കഴിക്കുകയാണെങ്കിൽ വയറ് കുറച്ച് നിറഞ്ഞ് നമുക്ക് കഴിക്കാൻ തോന്നുന്ന ചോറിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കുറയും. മോര്, തൈര് എന്നിവ പ്രധാന ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാം. പൊരിച്ചതും കരിച്ചതുമായ മീനും ചിക്കനും ഒക്കെ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്. കറി വെച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ ആവാം. ചപ്പാത്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2-3 ചപ്പാത്തി, ചിക്കൻ, ഫിഷ് കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ്, കടലക്കറി ഇതിലെന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാം. ഗോതമ്പ് ദോശയും കഴിക്കാവുന്നതാണ്. റിഫൈൻഡ് ആട്ടയേക്കാൾ എന്തുകൊണ്ടും നല്ലത് വോൾ വീറ്റ് ആട്ടയാണ്. റിഫൈൻഡ് ആട്ടയിൽ ഫൈബർ കണ്ടന്റ് വളരെ കുറവാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണെങ്കിൽ കൂടുതലും. അതുകൊണ്ട് അത്ര നല്ലതല്ല. വൈകുന്നേരങ്ങളിൽ ചായയോ കാപ്പിയോ നേരത്തെ പറഞ്ഞ പോലുള്ള സ്നാക്സോ കഴിക്കാവുന്നതാണ്. രാത്രിയിലും ഏകദേശം ഉച്ചയ്ക്ക് പറഞ്ഞ പോലെയൊക്കെ തന്നെയുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷെ ഡിന്നർ എപ്പോഴും കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കുന്നതാണ് നല്ലത്. അരി ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ കഞ്ഞിയാക്കി കുടിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് ചോറായി തന്നെ കഴിക്കുന്നതാണ്. കിടക്കുന്നതിന് 2 മണിക്കൂറെങ്കിലും മുമ്പ് ഭക്ഷണം കഴിക്കുകയും വേണം. ഓട്സിന് ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അത് നല്ലതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് പാല് അല്ലെങ്കിൽ ഒരു 5-8 അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാം എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ്. ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക, ഓടുക പോലുള്ള എക്സർസൈസുകൾ എന്തെങ്കിലും ചെയ്യണം. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് പോയി, ഇപ്പോൾ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് സന്ദർഭവശാൽ ഒരല്പം മധുരം കഴിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ കുറച്ച് കൊതി മൂത്ത് അല്പം മധുരം കഴിക്കുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ചിട്ട് അടുത്ത ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്വാണ്ടിറ്റി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മധുരം ഏതൊരു സാഹചര്യത്തിലും ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. എന്നാലും അപ്പോൾ പറഞ്ഞു വരുന്നത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ജീവിതചര്യകളിൽ കുറച്ച് അച്ചടക്കം ആവശ്യമാണ് എന്നതാണ്. കുറച്ച് ശ്രദ്ധ വേണം. തീർച്ചയായും അത് സാധിക്കും. പിന്നെ മഞ്ഞള്, കൈപ്പയ്ക്ക, മറ്റേത് മറിച്ചത് അങ്ങനെ അതും ഇതും കഴിച്ചിട്ടൊന്നും ഷുഗർ മാറില്ല. കൈപ്പയ്ക്ക മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഷുഗർ മാറ്റിയെടുക്കാൻ ഭക്ഷണത്തിൽ അങ്ങനെയൊന്നുമുള്ള ഒരു ഒറ്റമൂലി ഇല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓർക്കുക, ജീവിതം അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു സംഗതിയല്ല. ഭക്ഷണത്തിലുള്ള ശ്രദ്ധ, എക്സർസൈസ്, വേണ്ടത്ര ഉറക്കം, ആവശ്യമായ മരുന്നുകൾ, നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കൽ എന്നിവ വഴി പ്രമേഹം തീർച്ചയായും നിയന്ത്രിച്ചു നിർത്താൻ കഴിയും. അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാലാണ് ഷുഗർ ക്രമേണ കൂടി അത് പിന്നീട് ഞരമ്പിനെയും കണ്ണിനെയും കിഡ്നിയെയും മറ്റവയവങ്ങളെയും ഒക്കെ ബാധിച്ച് കൂടുതൽ സങ്കീർണമാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയം ചെലവഴിച്ചതിന് നന്ദി. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.